ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 31 അധ്യായം 30 വാക്യം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഭാരതത്തിൽ മുഗൾ ചക്രവർത്തിമാർ നാടുവാഴുന്ന കാലം. ഒരു ദിവസം ഒരു നാട്ടുരാജാവും രാജ്ഞിയും ചക്രവർത്തിയെ കാണുവാനായെത്തി. സംസാരത്തിനിടയിൽ രാജ്ഞിയുടെ സൗന്ദര്യത്തിൽ ചക്രവർത്തി ആകൃഷ്ടനായി. തൻ്റെ താല്പര്യം ചക്രവർത്തി മറച്ചുവെച്ചില്ല. അദ്ദേഹം രാജ്ഞിയുടെ ഭർത്താവായ രാജാവിനോട് പറഞ്ഞു, നമുക്ക് താങ്കളുടെ ഭാര്യയെ വളരെ ഇഷ്ടമായി, ഇവളെ നമുക്ക് സമ്മാനമായി നൽകണം. ചോദിക്കുന്നത് ചക്രവർത്തിയാണെങ്കിലും രാജാവ് ചക്രവർത്തിയുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല. രാജ്ഞിയെ കൊടുത്തില്ലെങ്കിൽ രാജാവിനെ തൂക്കിക്കൊല്ലുമെന്നായി ചക്രവർത്തി. തൂക്കിക്കൊന്നാലും വേണ്ടില്ല, എൻ്റെ പ്രാണപ്രേയസിയെ മറ്റൊരാൾക്ക് നൽകാൻ ഞാൻ തയ്യാറല്ല. രാജാവ് ധൈര്യത്തോടെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. രാജാവിന് രാജ്ഞിയോടുള്ള സ്നേഹവും അതിനുവേണ്ടി ജീവൻ പോലും നൽകാനുള്ള സന്നദ്ധതയും ചക്രവർത്തിയെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം തൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ചു. ധാരാളം സമ്മാനങ്ങൾ നൽകി അവരെ യാത്രയാക്കുകയും ചെയ്തു. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ രാജാവ് രാജ്ഞിയോട് ചോദിച്ചു, ചക്രവർത്തിയുടെ കൊട്ടാരം എത്ര മനോഹരമായിരുന്നു അല്ലേ? ഞാൻ കണ്ടില്ല, രാജ്ഞി പറഞ്ഞു. ചക്രവർത്തിയുടെ സിംഹാസനം കണ്ടില്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? രാജാവ് ചോദിച്ചു. ഞാൻ കണ്ടില്ല. രാജ്ഞി അങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു, ചക്രവർത്തിയുടെ തലയിലെ കിരീടം വളരെ അലങ്കാരമുള്ളതായിരുന്നല്ലോ, അതും നീ കണ്ടില്ലേ? അതും ഞാൻ കണ്ടില്ല. അവിടെ വന്നിട്ട് നീ ഇതൊന്നും കണ്ടില്ലെന്നോ? പിന്നെ എന്താണ് കണ്ടത്? രാജാവ് ചോദിച്ചു. ഞാൻ നോക്കിയത് എനിക്ക് വേണ്ടി പ്രാണനെ പോലും കൊടുക്കുവാൻ തയ്യാറായ എൻ്റെ പ്രാണപ്രിയൻ്റെ മുഖം മാത്രമാണ്. രാജ്ഞിയുടെ ഈ മറുപടി രാജാവിനെ സന്തുഷ്ടനാക്കി. പ്രിയമുള്ളവരെ, ബാഹ്യമായത് ഒന്നുമല്ല. ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിയുന്നതിനപ്പുറമായി നമുക്ക് വേണ്ടി പ്രാണൻ ദാനം ചെയ്തതായ പ്രാണപ്രിയൻ്റെ മുഖം ദർശിക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മുടെ നോമ്പ് ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഓരോ ദിവസവും അങ്ങയുടെ മുഖം ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിനപ്പുറമായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ, വചനവുമായി കർത്താവെ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഓരോ നിമിഷവും നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.